വല്ല കൊളംബിയിൽ നിന്ന് മലയെന്നൊക്കെ വരാൻ ഇവിടെ വരിക. ചാവക്കാട്ടേക്കല്ല വരിക, ഇവിടെ നിന്ന് വരെ കേവഞ്ച് 10:45 ഈ ഭാഗത്തും 10:45 ആ ഭാഗത്തും ഉണ്ടാവും. രാത്രി പുലർന്നേരം ഞങ്ങൾക്ക് കച്ചവടമാണ് എൻ്റെ മുതലാളിക്ക്. ആ വെങ്കളമൊക്കെ പൊളിച്ചു പോയി. ഈ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് താമസിക്കാനും 2-3-4 മണിക്കൂർ റെസ്റ്റ് എടുക്കാനും അത് ഈ കനാലിൽ കൂടെ ഇങ്ങനെ പോകുന്നവർക്ക് മറക്കിരിക്കാൻ മുറ്റിയാലും ഉച്ചഭക്ഷണത്തിനും ഇവിടെ കയറിയിട്ട് നല്ല സൗകര്യങ്ങളുണ്ട്. നല്ല സൗകര്യം ഉണ്ടായിരുന്നു ഇവിടെ. കനാൽക്കരയിൽ ജെട്ടികൾ സ്ഥാപിച്ചു. അങ്ങാടികൾ അഭിവൃദ്ധിപ്പെട്ടു. കോട്ടപ്പുറം, കാട്ടൂർ, കണ്ടശാങ്കടവ്, ചാവക്കാട് കൂട്ടുങ്ങൽ, പുഴുക്കള, വെളിയങ്കോട്, പൊന്നാനി തുടങ്ങി അന്നത്തെ പ്രധാനപ്പെട്ട അങ്ങാടികൾ കനോലി കനാലിൻ്റെ തീരത്തായിരുന്നു. കനോലി കനാലിൽ നിന്ന് ഏനാമാവിലൂടെ പൂത്തോൾ വഴി തൃശ്ശൂരിലേക്കും കോട്ടപ്പുറത്തു നിന്ന് ഷൺമുഖം കനാലിലൂടെ ഇരിങ്ങാലക്കുടയിലും എത്താമായിരുന്നു. ഇങ്ങനെ അതത് പ്രദേശത്തെ വിഭവങ്ങൾ കനോലി കനാൽ വഴി എല്ലായിടത്തും എത്തിക്കാനും വിദേശ രാജ്യങ്ങളിലേക്ക് ചേറ്റുവ, പൊന്നാനി തുറമുഖങ്ങൾ വഴി കയറ്റി അയക്കാനും സാധിച്ചിരുന്നു. ജനങ്ങളുടെ പ്രധാന യാത്രോപാധിയായും വാണിജ്യപാതയായും കനാൽ ശബ്ദമുഖരിതമായപ്പോൾ ഇരുകരകളും അഭിവൃദ്ധിപ്പെട്ടു. വീടുകളും ആരാധനാലയങ്ങളുമെല്ലാം കനാലിന് അഭിമുഖമായി ഉയർന്നു വരാൻ തുടങ്ങി. അത്യപൂർവമായ ജൈവ വൈവിധ്യമാണ് കനോലി കനാലിനുള്ളത്. നിരവധി ഇനം മത്സ്യങ്ങളെ കനോലി കനാലിൽ കാണുന്നു. ചെമ്മീൻ, കരിമീൻ ഇങ്ങനെയുള്ളതൊക്കെ കിട്ടാറുണ്ട്. തീരത്ത് സമൃദ്ധമായ സസ്യസാന്നിധ്യമുണ്ട്. ചുള്ളി, ഉപ്പരത്ത, കാൽനീണ്ടി എന്നിങ്ങനെയുള്ള കണ്ടൽ വനങ്ങളും ഇവിടെ കാണപ്പെടുന്നു. നമ്മുടെ പൂർവ്വ സംസ്കൃതിയുടെ സ്വത്തായ കനോലി കനാൽ ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ്. വേനൽക്കാലത്ത് പോലും വറ്റാതെ ജലസമൃദ്ധമായിരുന്ന കനാൽ ഇന്ന് ശോഷിച്ചു പോയിരിക്കുന്നു. ഒരിക്കൽ നമ്മുടെ നീരുറവകളെ ചിരസമ്പുഷ്ടമാക്കിയിരുന്ന ഈ ജലസ്രോതസ് ഇന്ന് മാലിന്യവാഹിനിയായിരിക്കുന്നു. പല ജീവിവർഗങ്ങളും ഇതിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ചെമ്പല്ലി, നരിമീൻ, പിന്നെ ബാമീൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പല ഭാഗത്തുനിന്നും കിട്ടിയെന്നാണ് ഈ പോയത്. ഇന്ന് ആ സ്ഥാനത്ത് ആ വക മീനൊന്നും ഇന്ന് കിട്ടാനില്ല. പോരാത്തിനാണെങ്കിൽ ഇന്ന് പല വിഷങ്ങളുമുണ്ട്. അത് കാരണം മീൻ കുറേ ചത്തൊടുങ്ങി പോവുക. അറവുശാലകളിൽ നിന്നും വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ ദുർഗന്ധം പരത്തി ഒഴുകി നടക്കുന്നു. സമീപത്തെ കക്കൂസുകളിൽ നിന്നുള്ള വിസർജ്യങ്ങളും കനാലിലേക്ക് ഒഴുക്കിവിടുന്നു. ഇതുമൂലം സമീപവാസികൾക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നു. ചരിത്രപ്രസിദ്ധമായ കനാലി തോട് ഉൾപ്പെടെ മലിന വസ്തുക്കളുടെ സങ്കേതമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിൻ്റെ ഇരു കരങ്ങളിലുമുള്ള ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കാനും ആ ജലം മനുഷ്യർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത വണ്ണം മലിനപ്പെടുത്താനും ഇത്തരം പ്രവർത്തനങ്ങൾ സഹായിക്കുകയാണ്. ഇത്തരത്തിലുള്ള വളരെ അനാരോഗ്യകരമായ പ്രവണതകൾ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടികൾ ഒരു ഭാഗത്ത് ശക്തിയായിട്ട് നടത്തുമ്പോൾ തന്നെ ജനങ്ങൾക്കിടയിൽ നല്ല ബോധവൽക്കരണം അത്യാവശ്യമായി തീർന്നിരിക്കുകയാണ്. ജനങ്ങൾ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി ഈ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കണ്ടുകൂടാ. നേരെ മറിച്ച് അതിൻ്റെ വിപത്തിനെ സംബന്ധിച്ച്, അനന്തര ഫലത്തെ സംബന്ധിച്ച് വേണ്ടത്ര ധാരണയില്ലാത്തത് കൊണ്ട് വളരെ ലാഘവത്തോടു കൂടി ഇത്തരം പാഴ്വസ്തുക്കൾ മുഴുവനും നിക്ഷേപിക്കാനുള്ള സ്ഥലമായിട്ട് ഇതുപോലുള്ള കുളങ്ങളും തോടുകളും വഴിയരികളും കണ്ടെത്തുകയാണ്. വിസ്തൃതമായി ഒഴുകിക്കൊണ്ടിരുന്ന കനാൽ ഇന്ന് പലയിടത്തും കൈത്തോട് പോലെയായിരിക്കുന്നു. സ്വകാര്യ വ്യക്തികൾ മണലും ചെളിയുമെടുത്ത് കച്ചവടം ചെയ്യുന്നു. ഇന്ന് ഇതൊരു കയ്യേറ്റ ഭൂമിയാണ്. ഈ കയ്യേറ്റങ്ങളിൽ സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലുമില്ലാത്തവരുടെ കുടിലുകൾ മുതൽ വൻകിട മുതലാളിമാരുടെ കൃഷിസ്ഥലങ്ങൾ വരെയുണ്ട്. വീതി കുറഞ്ഞു പോയ സ്ഥലങ്ങളിൽ എൻക്രോച്ച് അത് വർഷങ്ങളായിട്ട് അവിടെയൊക്കെ ഇപ്പോൾ ചില സ്ഥലത്ത് താമസമുണ്ട്, കരയൊക്കെ പോയി ആയി, ചില സ്ഥലത്ത് തെങ്ങൊക്കെ നിൽക്കുന്നുണ്ട്.
അപ്പോൾ എല്ലാം പഴയ കാലത്തെ പോലെ വലിയ വീതി കൂട്ടി ഇതെല്ലാം ഇടിച്ചു പൊളിച്ച് ആ രീതിയിലല്ല, പ്രായോഗികമായൊരു സമീപനത്തോടു കൂടി ജനങ്ങളുടെ സഹകരണത്തോടു കൂടി നമുക്ക് വീതി കൂട്ടാവുന്നിടത്തോളം കൂട്ടിക്കൊണ്ട് സൈഡ് നല്ല പ്രൊട്ടക്ഷൻ വേണം, ആഴം കൂട്ടാൻ ഡ്രഡ്ജ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെയുള്ള പാതയ്ക്ക് അതിന് പ്രത്യേകമായിട്ടുള്ള ആളുണ്ടാവണം. ആ രീതിയിൽ ഇതിനൊരു പ്രത്യേകമായ ചില മാനദണ്ഡങ്ങളുണ്ട്. 2 വർഷം കൊണ്ട് നമുക്ക് ഈ നീലേശ്വരം ഭാഗം കൂടി പൂർത്തിയാക്കണമെന്ന് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നുണ്ട്. പൂർവ്വതലമുറ നമുക്കേൽപ്പിച്ച ഈ ജലവാഹിനിയെ അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ചാവക്കാട് നഗരസഭയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കനോലി കനാലിനെ സംരക്ഷിക്കുന്നതിനും മാലിന്യ വിമുക്തമാക്കുന്നതിനും വേണ്ടി നഗരസഭ പല നടപടികളും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഭരണസ്ഥാപനങ്ങൾ മാത്രം വിചാരിച്ചാൽ ഇത് സാധ്യമല്ല. ജനങ്ങളുടെ സഹകരണമാണ് പ്രധാനം. നഗരസഭാതിർത്തിയിലെ വിദ്യാലയങ്ങളുടെ സഹകരണത്തോടെ നടത്തിയ പരിസ്ഥിതി പഠനത്തിൽ കനോലി കനാലിൽ ഉൾക്കൊള്ളാവുന്നതിലധികം മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായി സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വിദ്യാഭ്യാസത്തെ സമൂഹത്തിൻ്റെ അനിവാര്യമായ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കനാലിലൂടെ ഞങ്ങൾ 1 കിലോമീറ്റർ നടത്തിയ ഒരു ജലയാത്രയുണ്ട്. ഈ ജലയാത്രയിൽ ഈ നാട്ടിലെ ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ പ്രമുഖരായ ആളുകൾ, കച്ചവട പ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികളൊക്കെ പങ്കെടുത്തതാണ്. ആ 1 കിലോമീറ്റർ ജലയാത്രയുടെ ഉള്ളിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് 34ഓളം ടോയ്ലറ്റുകൾ, അതായത് കക്കൂസുകൾ ഈ കനാലിലേക്ക് കുഴലുകൾ വെച്ചിരിക്കുന്നു എന്നാണ്. ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന പ്രാഥമിക കാര്യമാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. അതിനനുസരിച്ച് ഒരു പഠനങ്ങൾ ഞങ്ങൾ നടത്തുകയുണ്ടായി. കുട്ടികളെ, സ്കൂൾ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒക്കെ വെച്ചുകൊണ്ട് കനോലി കനാലിൻ്റെ മാലിന്യത്തിൻ്റെ തോത് എത്രയാണ്, എന്തൊക്കെ രീതിയിലാണ് മാലിന്യം വരുന്നത്, മാത്രമല്ല കയ്യേറ്റം, ഏത് രീതിയിലുള്ള കയ്യേറ്റം വന്നിട്ടുണ്ട്, പഴയ സ്ഥിതിയിൽ നിന്നും ഈ കനോലി കനാലിലെ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ ഒരു പഠനം ഞങ്ങൾ നടത്തുകയുണ്ടായി. ഇതിന് സർക്കാരിലെ സർവേ ഡിപ്പാർട്ട്മെൻറ്റുമായും അധ്യാപകരുമായും നാട്ടുകാരുമായും ഒക്കെ പഴയകാല ആളുകളുമായും ഒക്കെ ചർച്ച നടത്തി ഇതിൻ്റെ പഴയകാലത്തെ സ്ഥിതി ഇന്നത്തെ അവസ്ഥയിൽ എത്തുന്നതിനുള്ള കാരണങ്ങളൊക്കെ പഠിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. അതിനനുസരിച്ചൊരു റിപ്പോർട്ട് ഞങ്ങൾ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ഇതിന് ബോധവൽക്കരണത്തിലൂടെ ഇതിനെ സംരക്ഷിക്കുന്ന നിലയിലേക്ക് കൊണ്ടുവരിക എന്ന മാർഗമാണ് നഗരസഭ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതുപോലെ ടൂറിസം സാധ്യതകളും പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയും ഈ പ്രോജക്റ്റിന് ഒരു തുടക്കം എന്ന നിലയിലാണ് ഈ പ്രോജക്റ്റ് ഞങ്ങൾ നടപ്പാക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ ചാവക്കാട് വഞ്ചിക്കടവിലെ വിസ്തൃതമായ സ്ഥലത്ത് ഒരു പാർക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രോജക്റ്റ് സമർപ്പിക്കുകയും 45 ലക്ഷം രൂപ അടങ്കൽ വരുന്ന പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി ലഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പെഡൽ ബോട്ട് സംവിധാനം, ബോട്ടിങ്ങിന് സംവിധാനം, ഈ വിനോദത്തിന് വേണ്ടി ഒരു ബോട്ടിംഗ് സംവിധാനം ഇതോടൊപ്പം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ട് പ്രോജക്റ്റ് തയ്യാറാക്കി ഗവൺമെൻറ് ടൂറിസം വകുപ്പിന് സമർപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ആ 2 പ്രോജക്റ്റുകൾ നടപ്പാക്കുന്നതോടുകൂടി ചാവക്കാടിൻ്റെ ഹൃദയഭാഗത്തുള്ള കനോലി കനാലിൻ്റെ തീരങ്ങൾ വലിയ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. തീരദേശം പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമാണ്. തോടുകളിലൂടെയും പുഴകളിലൂടെയും കായലുകളിലൂടെയുമുള്ള യാത്ര നയനാനന്ദകരവും മനസ്സിന് കുളിർമ നൽകുന്നതുമാണ്. കനോലി കനാലിന് സമാന്തരമായാണ് നാട്ടിക, ബ്ലാങ്ങാട്, പെരിയമ്പലം, ചാവക്കാട്, പൊന്നാനി തുടങ്ങിയ ബീച്ചുകൾ. ചരിത്രമുറങ്ങുന്ന മുസിരിസും ലോകപ്രശസ്തമായ ഗുരുവായൂർ ക്ഷേത്രവും കേരളത്തിലെ ആദ്യ മുസ്ലിം പള്ളിയായ കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദും തോമാശ്ലീഹയുടെ പാദസ്പർശത്താൽ പരിശുദ്ധമായ പാലയൂർ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രവും കേരളത്തിലെ മെക്ക എന്നറിയപ്പെടുന്ന പൊന്നാനി വലിയ ജുമാ മസ്ജിദും കനാലിൻ്റെ സമീപ പ്രദേശത്താണ്. ഏഷ്യയിലെ തന്നെ വിസ്മയ കാഴ്ചകളിലൊന്നായ ആനത്താവളവും ഇതിന് സമീപമാണ്. ഇതിനെയെല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന വിനോദസഞ്ചാരത്തിന് വളരെയധികം സാധ്യതകളുണ്ട്. തീർത്ഥാടന സംഘങ്ങളെയും പ്രകൃതി ഭംഗി ആസ്വദിക്കാനെത്തുന്നവരെയും ഈ യാത്രയിലൂടെ നമ്മുടെ സംസ്കാരവുമായും ജീവിത രീതികളുമായും പരിചയപ്പെടുത്താം. പാരിസ്ഥിതിക നാശത്തിനിടവരാതെ ജൈവ വൈവിധ്യത്തെ സംരക്ഷിച്ചുകൊണ്ടുള്ള ടൂറിസം നടപ്പാക്കിയാൽ അമൂല്യമായ നമ്മുടെ പ്രകൃതി രമണീയത നിലനിർത്താം. വർദ്ധിച്ചുവരുന്ന ഗതാഗതാവശ്യങ്ങൾക്കനുസൃതമായി റോഡുകളും റെയിൽവേയും വികസിപ്പിച്ചിട്ടില്ല. ഇന്ധനച്ചെലവിൻ്റെ കാര്യത്തിൽ ഏറ്റവും ലാഭകരമാണ് ജലഗതാഗതം. ജലഗതാഗതത്തിൻ്റെ ഇന്ധനക്ഷമത
റോഡ് ഗതാഗതത്തിൻ്റെ 580%, റെയിൽവേയുടേതിനേക്കാൾ 6% മെച്ചമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പല വികസിത രാജ്യങ്ങളും ജലഗതാഗതത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ജലഗതാഗതത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകിയാൽ റോഡിലെ തിരക്ക് കുറയ്ക്കാമെന്ന് മാത്രമല്ല, ഇന്ധനച്ചെലവ് കുറയ്ക്കാനും സാധിക്കും. ഇപ്പോഴത്തെ ജനറേഷൻ ഒരു പക്ഷേ കനോലി കനാൽ പോലുള്ള ജലപാതകളുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ റോഡ് ഗതാഗതത്തിനാണ് പ്രാമുഖ്യം വന്നിട്ടുള്ളത് എന്നതുകൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത്തരം ഒരു അവസ്ഥയെക്കുറിച്ച് തന്നെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ധന ലഭ്യതയുടെ പ്രശ്നമാണ്. ഇക്കാര്യത്തിൽ ജലപാതകളുടെ പുനഃസ്ഥാപനം ഒരു പക്ഷേ ഇന്നുള്ള ഈ ഇന്ധനക്ഷാമത്തിൻ്റെ അവസ്ഥയിൽ കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള ഒരു ഗതാഗത പദ്ധതി ഉണ്ടാക്കാൻ സഹായകരായി വരും. കേരളത്തിൻ്റെ ദേശീയ ജലപാതയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ് കനോലി കനാൽ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ രാഷ്ട്രത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു. കോട്ടപ്പുറം മുതൽ നീലേശ്വരം വരെയും കൊല്ലം മുതൽ കോവളം വരെയുമുള്ള സംസ്ഥാന പാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതിലൂടെ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജലഗതാഗതം സാധ്യമാകും. വികസന രംഗത്ത് സുപ്രധാനമായൊരു കാൽവെപ്പായിരിക്കും ഇത്. അതോടെ കനോലി കനാലിന് പഴയ പ്രതാപം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ജലപാതയുടെ നിർമ്മാണ പ്രക്രിയ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ കോട്ടപ്പുറം മുതൽ കാസർഗോഡ് വരെയും അതുപോലെ കൊല്ലം മുതൽ കോവളം വരെയുമുള്ള സ്ട്രെച്ചാണ് ഇനി പൂർത്തീകരിക്കാൻ. ഈ രണ്ടും ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ഉൾനാടൻ സംസ്ഥാന ജലപാതയായി ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട്. അത് വിവിധ ഘട്ടങ്ങളിൽ അതിൻ്റെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. 2011-2012 12ാം ധനകാര്യ കമ്മീഷൻ നൽകിയിട്ടുള്ള തുക ഏതാണ്ട് 225 കോടി രൂപയാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. പക്ഷേ സാങ്കേതികമായ ധാരാളം തടസ്സങ്ങളുണ്ട്. കാരണം ഇതിനാവശ്യമായ വീതി ലഭ്യമാകുന്നില്ല. ധാരാളം താമസക്കാർ, അനധികൃതമായിട്ടുള്ള കയ്യേറ്റക്കാർ തോട്ടിൻ്റെ കനാലിൻ്റെ ഇരുകരകളിലുമുണ്ട്. ആ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് പ്രവൃത്തി കാര്യമായ നിലയിൽ പുരോഗമിക്കുന്നില്ല. എന്നാൽ പോലും കോട്ടപ്പുറം മുതൽ കാസർഗോഡ് വരെയും കൊല്ലം മുതൽ തിരുവനന്തപുരം വരെയുമുള്ള കോവളം വരെയുമുള്ള ജലപാതയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ ഇപ്പോൾ ഗവൺമെൻറ് നടത്തി വരികയാണ്. നമുക്ക് കാത്തിരിക്കാം. കനോലി കനാൽ അതിൻ്റെ പ്രതാപം വീണ്ടെടുക്കുന്ന ഒരു നല്ല നാളേക്കായി. മാലിന്യത്തിൻ്റെ പുഴുവരിക്കാത്ത സമൃദ്ധമായ ഓളപ്പരപ്പിൻ്റെ ലാളനകളേറ്റ് പരിലസിക്കുന്ന തീരങ്ങൾ നമുക്ക് സ്വപ്നം കാണാം. നിറഞ്ഞൊഴുകുന്ന കനോലി കനാലിലൂടെ സാമ്പത്തികാഭിവൃദ്ധിയുടെ കാഹളം മുഴക്കിക്കൊണ്ടൊഴുകുന്ന ജലവാഹനങ്ങളുടെ ശബ്ദങ്ങൾക്ക് കാതോർത്തിരിക്കാം. മിഴികൾ തുറന്നിരിക്കാം. പുഴ വരണ്ടുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ നീലജലാശയങ്ങളുടെ പ്രൗഢി കാണാനെത്തുന്ന പ്രകൃതി സ്നേഹികളായ സഞ്ചാരികൾക്ക് വിരുന്നൊരുക്കാം.